ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ നമ്മളത് രാവിലെ തന്നെ എഴുന്നേറ്റ് തിരക്കിട്ട സമയമാണ്. പെട്ടെന്ന് എല്ലാം തീർത്തിട്ട് നമുക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് പൂരിയും അതുപോലെ തക്കാളിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് പെട്ടെന്നാക്കുകയാണ്. കാരണം ഇന്ന് സത്യം പറഞ്ഞാൽ എഴുന്നേൽക്കാൻ നേരം വൈകി. 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. ഉറങ്ങിപ്പോയതാണ്. കാരണം നമ്മൾ തലേ ദിവസം ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു 1 ഡേ. അങ്ങനെ പ്ലാൻഡായിട്ട് പോയതൊന്നുമില്ല. ഷെഫൊക്കെ വരുന്ന സമയത്ത്, ഷോപ്പിൽ നിന്ന് വരുന്ന സമയത്ത് പറഞ്ഞത് വേഗം ഒരു ഡ്രസ്സ് ബാഗിലെടുത്ത് വെച്ചിട്ട് ഇറങ്ങി നിന്നോ നമുക്ക് ഊട്ടി പോയിട്ട് വരാമെന്ന്. അങ്ങനെ പോയതാട്ടോ. അപ്പം നമ്മൾ എത്താൻ വേണ്ടിയിട്ട് രാവിലെ 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നു. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ 6:45 ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എളുപ്പത്തിൽ കുറച്ച് പൂരിയും തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. എന്നിട്ട് വേഗം പോയി. പിന്നെ ആദമിന് ഇന്ന് സ്കൂളിലോട്ട് ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഓംലേറ്റൊക്കെ ഒരു ഓംലേറ്റൊക്കെ ഉണ്ടാക്കണം. അതുപോലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് വേഗം കൊടുക്കണം. കാരണം എല്ലാവർക്കും ലേറ്റാവും. തുജാന് 8:30 ആകുമ്പോഴേക്കും പോകാനുള്ളതാണ്. മറ്റവർക്ക് രണ്ടാൾക്കും 9:20 ആകുമ്പോഴേക്കും ഓട്ടോ വരും. ഷർഫുക്കും 7:30 ആകുമ്പോഴേക്കും പോകണം എന്നുള്ളതായിരുന്നു. പിന്നെ അവസാനം നമ്മൾ പ്ലാനൊക്കെ മാറ്റി. എന്നിട്ട് ഷർഫുക്ക എന്നെയും തുജാനെയും ഒരുമിച്ച് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ ആദമും പാത്തും വീട്ടിലാക്കി കൊടുത്തു. അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് തൽക്കാലം അന്നത്തെ ദിവസം ഒപ്പിച്ചു എന്ന് വേണം പറയാൻ. അതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടോ, തിരക്കായത് കാരണം. പോകുന്നതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഓടിയതായിരുന്നു ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട്. അങ്ങനെ ഞാനിത് നേരെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ എത്തുമ്പോൾ തന്നെ ഏകദേശം 10:05 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗമായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത് 8-ാം തീയതി ഫെബ്രുവരി 8-ന് നമ്മുടെ കേരള ഗവൺമെൻറ്, അതായത് കേരള മിനിസ്റ്റേഴ്സും MLAസും CM എല്ലാവരും കൂടെ ഡൽഹിയിൽ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ. അപ്പം അതിനുള്ളൊരു റൈറ്റ് എഴുതാനുണ്ടായിരുന്നു, നോട്ട് എഴുതാനുണ്ടായിരുന്നു, കോപ്പി ചെയ്താൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പേഴ്സും വീഡിയോസൊക്കെ ഒന്ന് ചകഞ്ഞെടുക്കുകയാണ്. അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് കോപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കാര്യമായിട്ട് വലിയ രീതിയിലൊന്നും എവിടെയും പറയുന്നൊന്നുമില്ല. ഒരു 2-3 ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും മലയാളം എല്ലാം നോക്കി. അങ്ങനെ എല്ലാത്തിലും സെയിം 2-3 ഫാക്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. അതെനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പം അതിൻ്റെ എല്ലാം ഞാനൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് മിൽക്ക് അവൽ കഴിക്കാൻ വേണ്ടി പോയി. അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി പോയി. ഞാനിവിടെ മിൽക്ക് അവൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്നെ കളിയാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓറിയോയുടെ അവിൽ മിൽക്കാണെന്ന് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ നല്ല മധുരം ഉണ്ടായിരുന്നു. ഓറിയോയുടെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് വായയിലെ ടേസ്റ്റ് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കട്ട്ലേറ്റ് കൂടെ വാങ്ങിച്ചു. അങ്ങനെ നടന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഓഫീസിലോട്ട് പോയി. അവിടെ പോയിട്ട് ബാക്കി എഴുതാനുള്ളത് അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എഴുതാനുള്ളതെല്ലാം എഴുതി. അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷീറ്റാണ്, നമ്മുടെ ചാർട്ട് ഓരോ ദിവസവും ഓരോരുത്തരുടെ വർക്കുകൾ. അപ്പോൾ അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ബാക്കി ചെയ്യാനുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ചെയ്യാനുള്ളതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെച്ചു എല്ലാവരുടെയും. അതിനുശേഷം നമ്മൾ പിന്നെയും വർക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ ഇരിടത്തിരുന്നിട്ട് ചെയ്യുന്നതെന്ന്. ഇവിടെ എല്ലാവർക്കും ഇരിടത്തിരുന്ന് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ ലൈറ്റ് മ്യൂസിക്കും ഇടും. അപ്പം എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ലൈറ്റ് മ്യൂസിക് ഡാർക്ക് ലൈറ്റിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് എഴുതാൻ വേണ്ടിയിട്ട് ക്യാമറ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് എഴുതിയപ്പോൾ അവർ അയ്യോ ലൈറ്റ് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ലൈറ്റിൽ തന്നെ വേഗം എഴുതിയതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ വർക്ക് ഉണ്ടായിരുന്നു. അതുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് നല്ല വർക്കുള്ള ദിവസമായിരുന്നു. അതുകൊണ്ടാണ് കൂടുതലായിട്ട് എനിക്ക് പഠിക്കാൻ തീരെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ വീഡിയോ ക്ലിപ്സ് ഒന്നും എടുക്കാഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പം നമ്മൾ ഇറങ്ങി. ഞാൻ ബസ്സിന് വേണ്ടിയിട്ട് വേഗം 6 മണി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് സ്പീഡിലൊരു ഓട്ടാട്ടോ, എങ്ങനെയാലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നു. ഞാനൊരു 6:40 ആവും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. നേരെ ഇവിടെ വന്ന് ഇവിടുന്ന് എന്തെങ്കിലും ചായയൊക്കെ കുടിച്ചിട്ട് ആദമിനെയും വിളിച്ച് ഞാൻ പോവുകയാണ് ചെയ്യുക വീട്ടിലോട്ടേക്ക്.
തുജാനും പാത്തും രാത്രി വരുള്ളൂ. ആദ്യമേ ഞാൻ ആദ്യം തന്നെ കൊണ്ടുപോകും, കാരണം അവനാണ് അവിടെ കുരുത്തക്കേട് കളിക്കുന്ന കൂട്ടത്തിലുള്ളത്. അപ്പോൾ അവനെ വേഗം കൂട്ടിക്കൊണ്ടുപോകും. മറ്റേ രണ്ടുപേരും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കൂടെയൊക്കെ ആയിട്ട് വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 1.5 മണിക്കൂർ ഞാൻ 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇന്നിപ്പോൾ ആകെ പഠിച്ചിട്ടുള്ളത് ഇതാണ്, അതിൽ കൂടുതലൊന്നും തന്നെ പഠിച്ചിട്ടില്ല. പിന്നെ ഇന്ന് നന്നായിട്ട് തല യൂസ് ചെയ്തത് കാരണം എനിക്ക് നല്ല എന്താ പറയുക തലവേദന ഉണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര ക്ഷീണം പോലെ, ശരീരമല്ല മൈൻഡ് നല്ല ക്ഷീണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 1.5 മണിക്കൂർ മാക്സിമം ഞാൻ ഫിസിക്സ് ഒരു ചാപ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് 1.5 മണിക്കൂർ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇന്നിപ്പം കൂടുതൽ പഠിക്കാൻ പറ്റാത്തത് തന്നെ ഇതുകൊണ്ടാണ്. ഒരുപാട് ഉണ്ടായിരുന്നു ഇന്ന്. ബഡ്ജറ്റ് അവതരണവും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് കൂടുതൽ MLA യുടെ FBയിൽ കൂടുതൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര എന്താ പറയുക ബിസി ഷെഡ്യൂളായിരുന്നു ഇന്ന്. അപ്പം അതെല്ലാം ശേഷം നമ്മൾ വീട്ടിലെത്തി ഫിസിക്സ് ഒരു 1.5 മണിക്കൂർ പഠിച്ചു. അതിനുശേഷം നമ്മളെല്ലാം നിർത്തി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്, കാരണം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കും, അവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയാം. പിന്നെന്തുവാ, പിന്നെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. എക്സാമൊക്കെ വന്ന് തുടങ്ങി, നല്ല ടെൻഷനുണ്ട്. എന്താവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വേറെ വഴിയില്ല. എന്തായാലും കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് 1 മണിക്കൂറായാലും ശരി, അരമണിക്കൂറായാലും ശരി. നിങ്ങളോടും എനിക്ക് തന്നെ പറയാനുള്ളത്, പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ആരും പഠിക്കാതിരിക്കേണ്ട. 1 മണിക്കൂറോ അരമണിക്കൂറോ ആണെങ്കിലും അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്